നമസ്കാരം, ഞാൻ രജിത ബാലു. തട്ടുന്നവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് ഐഡിയ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സ്പെഷ്യലി വെജിറ്റേറിയൻ ലഞ്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഒഴിച്ച് കറി മോരുകറിയാണ് കേട്ടോ. മത്തങ്ങ പുളിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനായിട്ട് 300 ഗ്രാം മത്തങ്ങ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 3 ഇടത്തരം പച്ചമുളക് കഴുകി വൃത്തിയാക്കിയത് അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. അതിനുശേഷം ഒരു കതിർപ്പ് വേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് പാത്രം അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. തിളച്ച് തുടങ്ങുമ്പോഴേ അതിലേക്ക് നമുക്ക് ഇതുപോലെയുള്ള ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു സ്പൂണോളം കായം പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. വീണ്ടും അടച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നാളികേരവും ജീരകവും ഒരു നുള്ളു കടുകും 2-3 ചെറിയുള്ളിയും 4 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോഴേ 2 അടുപ്പുണ്ടല്ലോ സ്റ്റൗമ്മൽ. അപ്പോൾ മറ്റേ അടുപ്പിൽ ഞാൻ പച്ചപ്പയർ അച്ചിങ്ങപ്പയർ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 12ഓളം ചെറിയ ഉള്ളിയും 4 വെളുത്തുള്ളി അല്ലിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴേ നമ്മുടെ ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മത്തങ്ങ എന്തായി നോക്കാം. മത്തങ്ങ നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ടുണ്ട്, മുഴുവൻ വേവായിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ആ തേങ്ങ നന്നായിട്ടൊന്ന് അരയ്ക്കാം. അപ്പം നമ്മൾ നേരത്തെ എടുത്ത തേങ്ങ ഉണ്ടല്ലോ, അതിലേക്ക് 1/2 കപ്പോളം നല്ല പുളിയുള്ള തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല മായായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അരച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു നുള്ളും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചെറിയൊരു സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഫ്ലേവറായിരിക്കും ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം ഇനി അടച്ചിടണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിലുള്ള അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൽ വളരെ അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ആ ജാറൊന്ന് കഴുകി ഒഴിച്ച വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ പട്ടപട്ടാന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. എന്നാൽ കുറച്ച് നേരം അത് അടുപ്പത്ത് കിടക്കാൻ വേണം. അപ്പോൾ ഒന്ന് പാത്രം തുണി കൊണ്ട് പിടിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ ചെറിയൊരു സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്താൽ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇവിടെ മൂപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചതമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 350 ഗ്രാമോളം പച്ചപ്പയറാണ് കേട്ടോ ചേർക്കണത്, അച്ചിങ്ങപ്പയർ. അപ്പോൾ അതിലേക്ക് ഒരു ഏകദേശം 1 സ്പൂണോളം ചതമുളക് വരും. ആ കൂട്ടത്തിൽ ചെറിയൊരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഒന്ന് ചേർക്കണം കേട്ടോ, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. നന്നായി മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുള്ള അച്ചിങ്ങപ്പയറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആവിയിൽ വേവാനായിട്ട് മൂടിയിട്ട് കൊടുക്കുക. മുളക് പൊടി ചേർക്കണ സമയത്തെ നല്ല കറിവേപ്പിലയും കൂടെ ചേർക്കാൻ മറക്കരുത് കേട്ടോ. പച്ചപ്പയറിലെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് വരുന്ന വരെ ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മോരുകറി എന്തായെന്ന് നോക്കാം. അപ്പോഴേ അരപ്പ് ചേർത്തതിന് ശേഷം ഞാനൊന്ന് ഇടയ്ക്കിടയ്ക്കായിട്ട് ചിറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്, എല്ലാം പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം ഉലുവ ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. രണ്ടും കൂടെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ കറിവേപ്പില ഇതിലിട്ട് കൊടുക്കുക. ഞാൻ കറിവേപ്പില കറിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കളർ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ഒന്ന് ഇതിലിട്ടിട്ട് ഈ സമയത്ത് തീ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വറവ് കറിയിലേക്ക് ഒഴിച്ച് ചേർക്കാം.
വറവൊഴിച്ചതിന് ശേഷം അല്പം കറി എടുത്തിട്ട് ആ ചീഞ്ചട്ടിലേക്ക് തന്നെ ഒഴിച്ച് അത് തിരിച്ചിങ്ങോട്ട് തന്നെ ഒഴിക്കാം കേട്ടോ. സൂപ്പർ മണം കേട്ടോ. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ് ഈ കറിക്ക്. നല്ല മത്തങ്ങ പുളിശ്ശേരി, നല്ല ഗുരുവായൂർ അമ്പലത്തിലെ കറിയുടെ ടേസ്റ്റായിരുന്നു കേട്ടോ അതിന്. താളിച്ച് കഴിഞ്ഞാലേ പിന്നെ കുത്തി ഇളക്കി മറക്കണ്ട, നമുക്ക് അപ്പോൾ തന്നെ അത് മൂടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ഉപ്പേരിക്കറി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി. അപ്പോൾ അച്ചിങ്ങപ്പയറാന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ അടുപ്പത്തേക്ക് എടുക്കുന്നുണ്ട്. തീ ഒന്നും കൂടെ കുറച്ച് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഒന്ന് കുറവാണോ എന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ അടച്ചും തുറന്നും ഒക്കെ ആയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേ മെഴുക്ക് പുരട്ടി ഞാനൊന്ന് ഇളക്കി മറിച്ച് പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീയൊക്കെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് മറ്റേ അടുപ്പൊന്നും കൂടെ ഫ്രീ ആയിട്ടുണ്ടല്ലോ. അപ്പോഴേ എൻ്റെ കയ്യിൽ ഇതുപോലെ സോയ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സോയ കൊണ്ട് ഒരു ചില്ലി സോയ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ കയ്യിലുള്ള ഈ സോയ ഇട്ട് കൊടുക്കണം. ഒന്ന് സോഫ്റ്റ് ആവണ്ടേ, അത് ഹാർഡായിട്ടിരിക്കല്ലേ. അപ്പോൾ അതിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ പയറുപ്പേരി അല്ലെങ്കിൽ അച്ചിങ്ങൻ പയർ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അതിന് തേങ്ങയൊന്നും വേണ്ട കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ രണ്ടാമത്തെ കറിയും നമ്മുടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സോയ കറിയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ സോയ ഇട്ട വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. സോയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടേ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി കഴുകി പിഴിഞ്ഞിട്ട്, അതിൻ്റെ ഒരു പച്ചപ്പച്ചപ്പ് ഉണ്ടാവും, പിഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വെള്ളം വാലാനായിട്ട് വെക്കാം. ഇന്ന് ചില്ലി സോയ ഉണ്ടാക്കാനേ ക്യാപ്സിക്കം ഇല്ല, പക്ഷേ ഇതാ സ്പ്രിംഗ് ഓനിയൻ നമ്മുടെ റോസിൻ്റെ കടയിൽ നിന്ന് കിട്ടിയിട്ടാ. അപ്പോഴേ നമ്മുടെ സോയ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, വെള്ളം വാർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സോയയിലേക്ക് ഈ സോയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും അതുപോലെ തന്നെ അല്പം ഏകദേശം 1 ടീസ്പൂണോളം നമ്മുടെ എന്താ പറയുക കോൺഫ്ലോറും കൂടെ ചേർത്ത് അല്പം വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ച സ്പ്രിംഗ് ഓനിയൻ ഉണ്ടല്ലോ, നമ്മൾ റോസ് ചെടിയുടെ കടക്കയിലൊക്കെ നമ്മുടെ ഉള്ളിത്തോലൊക്കെ കൊണ്ടുവന്നിടുമല്ലോ, അങ്ങനെ ഏതോ ഒരു ഉള്ളി പെട്ടിട്ട് മുളച്ച് വന്നതാട്ടോ അത് പിന്നെ ഞാൻ കളഞ്ഞില്ല. പക്ഷെ നല്ല കരുത്തുറ്റ സ്പ്രിംഗ് ഓനിയൻ കിട്ടി എനിക്ക്. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പപ്പടം വറുക്കണം, അതുപോലെ തന്നെ ഈ സോയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ സോയ നമ്മുടെ പപ്പടം വറുത്തെടുക്കണം ആ നേരം അത്രേ ഇരിക്കണുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. പപ്പടം ഞാൻ ഇതുപോലെ മുറിച്ചിട്ടാണ് കേട്ടോ വറുക്കണത്. സോയ അത്രേ ഇരിക്കണുള്ളൂ എന്ന് ഉദ്ദേശിച്ചതേ, കുറേ നേരം ഞാൻ വെക്കണില്ല. അത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കാലാക്കണതല്ലേ, അപ്പോൾ അത്രയും സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെക്കണില്ല എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടം വറുക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ സോയ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനേ കുറച്ചല്ലേ സോയ ഉള്ളൂ, അത് മുഴുവൻ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അടച്ചും തുറന്നും ഒക്കെ ആയിട്ട് ഇതൊരു 10 മിനിറ്റെങ്കിലും ഒന്നിങ്ങനെ വറക്കാനായിട്ട് എടുക്കണം കേട്ടോ. ഈ സോയ വെന്ത് വരുമ്പോഴേക്കേ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സവാള വേണം, പച്ചമുളക് വേണം, അതുപോലെ തന്നെ ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും നൈസായിട്ട് അരിഞ്ഞു വെക്കുക. കുറച്ച് സവാള വലിയ കഷ്ണങ്ങൾ വേണം, ഒന്നൊന്നിങ്ങനെ പോള പോലെ ആക്കിയിട്ട് നമ്മൾ വറുത്തെടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു സ്ലറി തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ 1 സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടിയുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഏകദേശം 1/2 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ ഈ സ്ലറി. ഞാൻ ഇന്നത്തെ ലഞ്ചിനെ കാണിക്കണ കറിയുടെ റെസിപ്പികളൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ, പലപ്പോഴായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ സോയ വറവായി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ പാനിൽ ബാലൻസ് വന്നിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാം. അപ്പോഴേ വെളിച്ചെണ്ണ ചൂടായിട്ടിരിക്കുന്നതാണല്ലോ, അതിലേക്ക് സവാള നമ്മൾ പോള പോലെ ആക്കുമല്ലോ വലിയ കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പോൾ അതിൽ പച്ചമുളക് വലിയ 2 പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ, അതും ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കത്തിന് പകരം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതിലിട്ടിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടല്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
അപ്പോഴേ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു മിനിറ്റിൻ്റെ അടുത്തോളം ഞാനിങ്ങനെ വഴറ്റിയിട്ട് അതൊന്ന് വേറെ പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ് കേട്ടോ. ഒരു സവാളയും ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ ഞാൻ ഈ കൊത്തി എറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ബാലൻസ് വന്ന വെളിച്ചെണ്ണയിലേക്ക് ഈ കൊത്തി എറിഞ്ഞിട്ടുള്ള ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ കൈയെടുക്കാതെ ഒരു 3 മിനിറ്റോളം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, ഇല്ലെങ്കിൽ കെച്ചപ്പായാലും കുഴപ്പമില്ല കേട്ടോ. അത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു അരമിനിറ്റോളം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള സോയ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു മിനിറ്റോളം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള സ്ലറി ഇതിലേക്ക് ഒഴിച്ച് ചേർക്കാം. ഒന്ന് അത് കുഴമ്പനായിട്ട് വരും കേട്ടോ. നമ്മുടെ ഈ പാത്രത്തിൽ കിടന്നിട്ട് ഒന്ന് കുഴമ്പനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ സോയ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കുഴമ്പൻ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ ആദ്യം വഴറ്റി മാറ്റിയെടുത്തിട്ടുള്ള സവാളയും പച്ചമുളകും ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വേണമെങ്കിൽ നമുക്ക് അലങ്കാരത്തിനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കൊക്കെ ഇത് ചോറിനോ നല്ല മേച്ചായിരുന്നു, ചപ്പാത്തിക്കോ ബ്രെഡിനൊക്കെ കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ എന്താ പറയുക ചില്ലി സോയയാണ് കേട്ടോ. ഞാൻ ചില്ലി കറി വെച്ചിട്ടുള്ളത് ചിക്കനും ഫിഷൊക്കെയാണ്. ഞാൻ പറ്റുകയാണെങ്കിൽ ഈ റെസിപ്പിയും കൂടെ ഇതിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ, ഇതിൻ്റെ മാത്രം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് നല്ല സൂപ്പർ 3 കറി നമ്മൾ ഉണ്ടാക്കിയില്ലേ. മോര് ഒഴിച്ച് കറി, മത്തങ്ങ വെച്ചുകൊണ്ടുള്ളത്, അതുപോലെ തന്നെ അച്ചിങ്ങ പയറുപ്പേരി, പിന്നെ നമ്മുടെ ഇവിടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ ഉണ്ണിമാങ്ങ അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ സൂപ്പർ ഈ ചില്ലി സോയയ്ക്ക് മാത്രമാണ് നമ്മൾ ഇത്തിരി ടൈം എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഒന്നും അധികം സമയം എടുത്തിട്ടില്ല. 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഈ പറഞ്ഞ എല്ലാ ഐറ്റം ആക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് വിശേഷം ഇതായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കറികളൊക്കെ കൂട്ടിയിട്ട് ചോറിനാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. യൂട്യൂബിൽ വന്നിട്ട് ഇതുവരേക്കും ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.